ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ത്യൻ പീനൽ കോഡ് 1860 വീഡിയോ സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒഫൻസസ് എഗെയിൻസ്റ്റ് പബ്ലിക് ജസ്റ്റിസ്, വിച്ച് മീൻസ് കോടതി വ്യവഹാരങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങൾ. കോടതി മുറികളിൽ അല്ലെങ്കിൽ കോടതിയിലെ നടപടിക്രമങ്ങളിൽ ഒരു വ്യക്തി മനഃപൂർവ്വം കാണിക്കുന്ന ഒഫൻസുകൾ, അതിനെ പറ്റിയിട്ടൊക്കെയാണ് ഒഫൻസസ് അഗെയിൻസ്റ്റ് പബ്ലിക് ജസ്റ്റിസ് എന്നുള്ള ഭാഗത്ത് പ്രധാനമായിട്ടും പറയുന്നത്. നൗ എന്തൊക്കെയാണ് ഇതിൻ്റെ അണ്ടറിൽ വരുന്ന പ്രധാനപ്പെട്ട ഒഫൻസുകൾ എന്നുള്ളത് നോക്കാം. സെക്ഷൻ 201 മുതലുള്ള ഭാഗത്താണ് ഒഫൻസസ് അഗെയിൻസ്റ്റ് പബ്ലിക് ജസ്റ്റിസ് എന്നുള്ള ഭാഗത്തെ പറ്റി പറയുന്നത്. പ്രധാനമായിട്ടും കോടതി മുറിക്കുള്ളിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളെയാണ് ഒഫൻസസ് അഗെയിൻസ്റ്റ് പബ്ലിക് ജസ്റ്റിസ് എന്ന് പറയുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സോ സെക്ഷൻ 201, that is causing disappearance of evidence of an offense or giving false information to screen an offender. ഒരു കുറ്റകൃത്യത്തിലെ തെളിവ് ഇല്ലാതാക്കുകയോ തെളിവ് നശിപ്പിക്കുകയോ അല്ലെങ്കിൽ ഒരു ഒഫൻഡറെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു തെറ്റായ ഇൻഫർമേഷൻ നൽകുന്നതോ ബന്ധപ്പെട്ട തെളിവുകളാണ്. That is, whoever knowingly or having reason to believe that an offender have been committed causes any evidence of the commission of that offense to disappear with intention of screening the offender from legal punishment, or with the intention gives any information respecting to offense which he knows or believes to be false. രണ്ട് കാര്യങ്ങളാണ്. ഏതൊരു വ്യക്തി ആയിക്കോട്ടെ, അയാൾ ഒരു പബ്ലിക് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തി, അദ്ദേഹം ഒരു ഒഫൻഡറെ മനഃപൂർവ്വം രക്ഷിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തെറ്റായിട്ടുള്ളൊരു മൊഴി നൽകുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെളിവ് ഡിസപ്പിയർ ചെയ്യാൻ വേണ്ടി, അപ്രത്യക്ഷമാക്കാൻ വേണ്ടി ശ്രമിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലുള്ള ഒഫൻസുകളാണ്. പ്രധാനമായിട്ടും പബ്ലിക് സർവൻസിനെ തന്നെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ഒഫൻസുകൾ പറയുന്നത്. ഒന്നാമത്തേത്, അതൊരു ക്യാപിറ്റൽ ഒഫൻസ് ആണെങ്കിൽ. ക്യാപിറ്റൽ ഒഫൻസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാണ് ക്യാപിറ്റൽ ശിക്ഷ അല്ലെങ്കിൽ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് വരുന്ന ഒഫൻസുകൾ, വിച്ച് മീൻസ് വധശിക്ഷ ലഭിക്കാവുന്ന ഒഫൻസുകൾ. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണെങ്കിൽ, ഇഫ് ദ ഒഫൻസ് വിച്ച് ഹി നോസ് ഓർ ബിലീവ്സ് ടു ഹാവ് കമ്മിറ്റഡ് ഈസ് പണിഷബിൾ വിത്ത് ഡെത്ത്, then he will be punished with imprisonment for either for a description of time which may extend to 7 years and also liable to fine. ഒരു വധശിക്ഷ ലഭിക്കാൻ സാധ്യതയുള്ള കേസിലാണ് ഇങ്ങനെ തെളിവ് അപ്രത്യക്ഷമാക്കുന്നതെങ്കിൽ 7 വർഷം വരെയാണ് തടവ് ഉണ്ടാവുക. ആൻഡ് ഇഫ് പണിഷബിൾ വിത്ത് ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ് ഇംപ്രിസൺമെൻറ്റ് കിട്ടുന്ന കേസുകളാണെങ്കിൽ, then it is either for a imprisonment for life or with a imprisonment which may extend to 10 years. ഒന്നെങ്കിൽ ലൈഫ് ഇംപ്രിസൺമെൻറ്റോ അല്ലെങ്കിൽ 10 വർഷം വരെ തടവ് കിട്ടാവുന്ന ശിക്ഷകളാണെങ്കിൽ, then he shall be punished with imprisonment for a time which may extend to 3 years. അങ്ങനെയാണെങ്കിൽ 3 വർഷം വരെ തടവും അതോടൊപ്പം പിഴയുമായിരിക്കും ശിക്ഷ. Now imprisonment with less than 10 years, 10 വർഷത്തിൽ താഴെയുള്ള തടവ് ശിക്ഷകളാണെങ്കിൽ, and if it is not extending to 10 years, then he shall be punished with imprisonment for a description provided for that offense for a time which may extend to 1/4 of the longest time of the imprisonment provided in the offense, or with fine or with both. 10 താഴെയുള്ള വർഷത്തേക്കുള്ള ശിക്ഷകളാണെങ്കിൽ അതിൻ്റെ 1/4 ഭാഗം വരുന്ന ഇംപ്രിസൺമെൻ്റ് ആയിരിക്കും തെളിവ് അപ്രത്യക്ഷമാക്കുന്ന വ്യക്തിക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഫോൾസ് എവിഡൻസ് നൽകുന്ന പബ്ലിക് സർവൻസിന് കൊടുക്കുന്നത്. ഉദാഹരണത്തിന് 8 വർഷത്തേക്കുള്ള ശിക്ഷയാണെങ്കിൽ 2 വർഷമായിരിക്കും ഈ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ച ആൾക്കുണ്ടാവുന്ന ശിക്ഷ. അനദർ ഈസ് സെക്ഷൻ 202, 202 പറയുന്നതാണ് ഇൻറ്റൻഷണൽ ഒമിഷൻ to give information of offense by person bound to inform. ഒരു നിയമപരമായിട്ടുള്ളൊരു കാര്യം ഇൻഫോം ചെയ്യാൻ ബാധ്യതപ്പെട്ട ഒരു വ്യക്തി മനഃപൂർവ്വം അത് ചെയ്യാതിരിക്കുകയാണെങ്കിൽ, that is, whoever knowing or have reason to believe that
an offence have been committed, intentionally omit to give any information respect to the offence which he is legally bound to give, shall be punished with imprisonment for a term which extend to 6 months or with fine or both. ഒരു കുറ്റകൃത്യത്തെ പറ്റി മേലധികാരികളെയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട മറ്റ് ഉദ്യോഗസ്ഥരെയോ അറിയിക്കാൻ ബാധ്യതപ്പെട്ടൊരു വ്യക്തി അറിയിക്കാതിരുന്നു കഴിഞ്ഞാൽ 6 മാസം വരെ തടവും ഫൈനും അയാൾക്ക് ശിക്ഷയായിട്ട് കിട്ടും. ആൻഡ് സെക്ഷൻ 203 ഗിവിംഗ് false information respecting to an offence. ഒരു ഒഫൻസുമായി ബന്ധപ്പെട്ട് തെറ്റായ വിവരങ്ങൾ നൽകുകയാണെങ്കിൽ, that is, whoever knowing or having reason to believe that an offence have been committed gives any information respecting that offence which he knows or believes to be false. ഒരു കുറ്റകൃത്യം നടന്നു, എന്നാൽ അതിനെപ്പറ്റി മനഃപൂർവ്വം തെറ്റായിട്ടുള്ളൊരു കാര്യം ഇൻഫർമേഷൻസ് ആണ് കൊടുക്കുന്നതെങ്കിൽ, then he shall be punished with imprisonment for a term which may extend to 2 years or with fine. 2 വർഷം വരെ തടവോ അല്ലെങ്കിൽ പിഴയോ അയാൾക്ക് ശിക്ഷയായിട്ട് നൽകുന്നതായിരിക്കും. Now section 204 destruction of a document to prevent its production as evidence. ഒരു തെളിവ് നശിപ്പിക്കുന്നതിനെയാണ് സെക്ഷൻ 204 പറയുന്നത്. തെളിവായി വരാൻ സാധ്യതയുള്ള ഒരു വസ്തു നശിപ്പിക്കുകയാണ്, ഡോക്യുമെൻ്റ് നശിപ്പിക്കുകയാണ്. Whoever secretes or destroys any document or electronic record which may be lawfully compelled to be produced as an evidence in a court of justice or in any proceeding lawfully held before a public servant, such as any obligates or renders any illegible the whole or any part of the document or electronic record with the intention of prevention of the same from being produced or used as an evidence before the court or public servant. ഒരു കോടതിക്ക് മുൻപിലോ ഒരു പബ്ലിക് സർവൻറ്റിന് മുൻപിലോ തെളിവായി കാണിക്കാൻ സാധ്യതയുള്ള ഒരു ഡോക്യുമെൻ്റ് നശിപ്പിക്കുകയാണെങ്കിൽ, അത് തെളിവായി വരാൻ സാധ്യതയുണ്ട് എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി ഒരാൾ നശിപ്പിക്കുകയാണെങ്കിൽ, ദെൻ അതിൻ്റെ ഉദ്ദേശം എന്നുള്ളത് ഇതിനെ തെളിവായിട്ട് കൊണ്ടുവരുത്തരുത് എന്നുള്ള ഉദ്ദേശമാണെങ്കിൽ, then he shall have been lawfully summoned or required to produce the same before the purpose, and she shall be punished with an imprisonment for either description of a term which may extend to 2 years or with fine or with both. അങ്ങനെയാണെങ്കിൽ 2 വർഷം വരെ തടവും ഫൈനും അല്ലെങ്കിൽ രണ്ടും ഒന്നിച്ചായിരിക്കും കിട്ടുക. Now section 205 false personation for purpose of act or proceeding in a suit or prosecution. ആൾമാറാട്ടം നടത്തുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് കോടതി നടപടികൾക്കിടയിലോ പ്രോസിക്യൂഷൻ സമയത്തോ എന്തെങ്കിലും ആൾമാറാട്ടം നടത്തുന്നവർക്കുള്ള ശിക്ഷയെ പറ്റിയിട്ടാണ്. ദാറ്റ് ഈസ് whoever falsely personates another in such assumed character makes any admission or statement or confessed judgment. ആൾമാറാട്ടം നടത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും അഡ്മിഷൻ പറയുകയോ അല്ലെങ്കിൽ കൺഫഷൻ ചെയ്യുകയോ, or causes any process to issue or becomes bail or security, അതല്ലെങ്കിൽ ഒരു ബെയിലിന് സെക്യൂരിറ്റി ആവുകയോ, or does with imprisonment or does any other act in any suit or criminal prosecution shall be punished with imprisonment of either description for a term which may extend to 3 years or with fine. ഒരാൾ ആൾമാറാട്ടം നടത്തിക്കൊണ്ട് കോടതിയിലേക്ക് വരികയും ഏതെങ്കിലും പറഞ്ഞ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് അഡ്മിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റ് ക്രിമിനൽ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് പറഞ്ഞ ജഡ്ജ്മെൻറ്റിൽ കൺഫെഷൻ നടത്തുകയോ കുറ്റം ഏറ്റുപറയുകയോ, അതല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ബെയിലോ ജാമ്യമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലോ മറ്റോ ഇടപെടുകയോ ഷുവർട്ടി ആയിട്ടോ മറ്റോ നിൽക്കുകയോ, അങ്ങനെ എന്ത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അതിനെല്ലാത്തിനും അങ്ങനെ ചെയ്യുന്നവർക്കെല്ലാം 3 വർഷം വരെ തടവും പിഴയുമാണ് ശിക്ഷയായിട്ട് ലഭിക്കുക. നൗ സെക്ഷൻ 206 206 fraudulent removal or concealment of property to prevent its seizure as forfeited or in execution. കോടതി കണ്ടുകെട്ടിയിട്ടുള്ളൊരു വസ്തു
കോടതി കൊണ്ടുപോകാതിരിക്കുന്നതിന് വേണ്ടി, അത് മനഃപൂർവ്വം അവിടെ നിന്ന് മാറ്റുകയോ ഒളിപ്പിച്ചു വെക്കുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ. ദാറ്റ് ഈസ് whoever fraudulently removes, conceals or transfers or delivers to any other person. ഒന്നെങ്കിൽ റിമൂവ് ചെയ്യുകയോ കൺസീൽ ചെയ്യുകയോ ട്രാൻസ്ഫർ ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഡെലിവറി ചെയ്യുകയോ ഓഫ് എനി പ്രോപ്പർട്ടി ഓർ എനി ഇൻട്രസ്റ്റ് therein, intending thereby to prevent that property or interest therein from being taken as a forfeiture or in satisfaction of a fine under a sentence which have been pronounced or which he knows to be likely to be pronounced by a court of justice or any other competent authority, or from being taken in execution of a decree or under which he has been made, or which is not likely to be made by a court of justice in a civil suit. ഒരു കോടതി വിധി പ്രകാരമോ അല്ലെങ്കിൽ കോടതി കണ്ടുകെട്ടാൻ സാധ്യതയുള്ളതായിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു ഫൈൻ ഈടാക്കുന്നതിന് വേണ്ടിയിട്ട് കോടതി കണ്ടുകെട്ടുകയോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ സാധ്യതയുള്ളതോ ആയിട്ടുള്ളൊരു വസ്തു അത് റിമൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ മനഃപൂർവ്വം ഒളിപ്പിച്ച് വെക്കുകയോ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ള കൈവശം കൊടുക്കുകയോ ചെയ്യുന്ന വ്യക്തികൾക്കുള്ള ശിക്ഷയെ പറ്റിയിട്ടാണ് പറയുന്നത്. Such a person shall be punished with imprisonment for a term which may extend to 2 years. 2 വർഷം വരെയുള്ള തടവാണ് അവർക്ക് ശിക്ഷയായിട്ട് പറയുന്നത്. Or with fine or with both. Now section 207, that is fraudulent claim to property to prevent its seizure as forfeited or in execution. That is, whoever fraudulently accepts, receives or claims any property or any interest therein, knowing that he has no right or rightful claim to such property or interest, or practices any deception touching any right to any property or any interest therein. ഒരു പ്രോപ്പർട്ടി അയാൾക്കൊരു ലീഗൽ റൈറ്റോ അതിന്മേലൊരു പൊസഷനോ മറ്റൊന്നും ഇല്ലാത്തൊരു വ്യക്തി തനിക്ക് അതിന്മേൽ അവകാശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് കൈക്കലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, ഒരു ചതിയുടെ ഭാഗമായിട്ടാണ് കൈക്കലാക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ, അതുമൂലം കോടതിയെ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കാനായിട്ടാണ് ശ്രമിക്കുന്നതെങ്കിൽ, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അതിൻ്റെ ഉദ്ദേശം കോടതി ആ സ്വത്തുക്കൾ കണ്ടുകെട്ടാതിരിക്കുക എന്നുള്ളതാണെങ്കിൽ, ഫോർഫീച്ചർ ഒഴിവാക്കുക എന്നുള്ളതാണെങ്കിൽ, then or which he knows that it is likely to be pronounced by a court of justice or a competent authority. ഒരു കേസിൽ കോടതി ഫോർഫീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സമൻസിന് തുല്യമായിട്ട് ചാർജ് ചെയ്യാനോ സാധ്യതയുള്ളതാണെങ്കിൽ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോമ്പീറ്റൻറ്റ് കോർട്ട് ഓഫ് ജസ്റ്റിസ് പറഞ്ഞിട്ടുള്ള ഒരു വിധിയുടെ ഭാഗമായിട്ട് അത് അറ്റാച്ച് ചെയ്യാനോ പറ്റാൻ സാധ്യതയുള്ളതാണെങ്കിൽ, ഓർ ഫ്രം ബീങ് ടേക്കൺ ഇൻ എക്സിക്യൂഷൻ ഓഫ് എ ഡിഗ്രി, ദെൻ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ he shall be punished with imprisonment for either description of a term which may extend to 2 years, or with fine or with both. അങ്ങനെയുള്ളൊരു വസ്തു മനഃപൂർവ്വം ഒരാൾ അത് ഫ്രോഡുലൻ്റ്ലി ക്ലെയിം ചെയ്യുകയാണെങ്കിൽ, അങ്ങനെയുള്ള വസ്തുക്കൾ ഫ്രോഡുലൻ്റ്ലി ക്ലെയിം ചെയ്യുകയാണെങ്കിൽ 2 വർഷം വരെ തടവും ഫൈനുമാണ് ശിക്ഷയായിട്ട് ലഭിക്കുക. Now section 208 fraudulently suffering decree for sum not due. That is, whoever fraudulently causes or suffers a decree or order to be passed against him at the suit of any other person for a sum not due, or for larger sum that is due to such person, or for any property or interest in property to which such person is not entitled, or fraudulently causes or suffers a decree or order to be executed against him, it has been satisfied, or for anything in respect of which it has been satisfied, shall be punished with imprisonment for either description of a term which extend to 2 years, or with fine or with both. That is, ഒരു വ്യക്തി ഒരു ഫ്രോഡുലൻ്റ്ലി ഒരു ഫ്രോഡ് എലമെൻറ്റോട് കൂടിയിട്ട് ഒരു കുറ്റം
ഒരു അയാൾ കൊടുക്കാനില്ലാത്തൊരു പണത്തിൻ്റെ പേരിലായിട്ടോ അല്ലെങ്കിൽ ആ പണത്തിനേക്കാൾ കൂടുതലുള്ള ഒരു എമൗണ്ടിൻ്റെ പേരിലേക്കായിട്ട് ഒരു ഫ്രോഡ്ലെൻ്റ്ലി ആണ് അയാൾ ആ ശിക്ഷ ഏറ്റുവാങ്ങുന്നതെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് 2 വർഷം വരെ തടവും അതോടൊപ്പം ഫൈനും അവരിൽ നിന്ന് ഈടാക്കാം എന്നാണ് സെക്ഷൻ 208 പറയുന്നത്. സെക്ഷൻ 209 dishonestly making false claim in court. That is, whoever dishonestly or fraudulently or with intent to injure or annoy any person makes in a court of justice any claim which is known to be false shall be punished with imprisonment either for a description of time which extends to 2 years and shall also be liable to fine. മറ്റൊരാളെ ഇഞ്ചുറി ചെയ്യണം, മറ്റൊരാളെ നശിപ്പിക്കണമെന്നോ അയാളെ ബുദ്ധിമുട്ടിപ്പിക്കണമെന്നോ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു ഫോൾസ് ക്ലെയിം, ഒരു തെറ്റായിട്ടുള്ളൊരു ക്ലെയിം ഉന്നയിക്കുകയാണ് കോടതിയിൽ വെച്ച്. അങ്ങനെ ചെയ്യുന്നവർക്ക് 2 വർഷം വരെ തടവും അതോടൊപ്പം പിഴയും അല്ലെങ്കിൽ രണ്ടും കൂടി ഒന്നിച്ചും അവരിൽ നിന്ന് ഈടാക്കാം എന്നാണ് സെക്ഷൻ 209 പറയുന്നത്. സെക്ഷൻ 210 210 fraudulently obtaining decree from some not due. ദാറ്റ് ഈസ് കൊടുക്കാത്ത പണത്തിൻ്റെ പേരിൽ ഒരു അനുകൂലമായിട്ടുള്ള വിധി സമ്പാദിക്കുകയാണ്. Whoever fraudulently obtains a decree or order against any person for a sum not due or for a larger sum than it is due or for any property or interest in property to which he is not entitled. ഒരു വ്യക്തി താൻ കൊടുക്കാത്ത പണത്തിനോ ഒരാൾക്ക് പണം കൊടുത്തിട്ടില്ല എന്നാൽ അയാൾ പണം കൊടുത്തു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുകയാണ്, ആ കേസിൽ അയാൾ വിജയിക്കുകയാണ്. അല്ലെങ്കിൽ അയാൾ കൊടുത്തതിനേക്കാൾ കൂടുതൽ പണം കൊടുത്തു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുകയാണ്, അതിലും അയാൾ അനുകൂലമായിട്ട് വിധി സമ്പാദിക്കുകയാണ്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രോപ്പർട്ടിയുടെ പേര് പറഞ്ഞിട്ടോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ കോടതിയെ കബളിപ്പിച്ചുകൊണ്ട് ഫ്രോഡ്ലെൻ്റ്ലി അയാളങ്ങനെ ഒരു അധികമായിട്ടുള്ള ലാഭം ഉണ്ടാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫ്രോഡ്ലെൻ്റ്ലി ആണ് അയാളെ വിധി സമ്പാദിച്ചിട്ടുള്ളത് എന്നുള്ളത് അറിയുകയാണെങ്കിൽ ഹി ഷാൽ ബി പണിഷ്ഡ് വിത്ത് ഇംപ്രിസൺമെൻറ്റ് ഫോർ എ ടൈം വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 2 years ഓർ വിത്ത് ഫൈൻ ഓർ ബോത്ത്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് 2 വർഷം വരെ തടവും പിഴയും അല്ലെങ്കിൽ രണ്ടും ഒന്നിച്ചോ അയാൾക്ക് ശിക്ഷയായിട്ട് നൽകാം എന്നാണ് പറയുന്നത്. Now 211 ഫോൾസ് ചാർജ് ഓഫ് ഒഫൻസ് മേഡ് വിത്ത് ഇൻറ്റൻറ്റ് ടു ഇഞ്ചുർ. തെറ്റായിട്ടുള്ളൊരു കുറ്റം ചാർജ് ചെയ്യാണ് മറ്റൊരാൾക്കെതിരെ, അയാളെ ഇഞ്ചുർ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി. That is, whoever with intent to cause injury to any person institutes or causes to institute any criminal proceedings against that person or falsely charges any person with having committed an offense. ഒരാളെ മനഃപൂർവ്വം ഉപദ്രവിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അയാളെ ഇഞ്ചുറി ചെയ്യണം, അയാളെ ലീഗൽ റൈറ്റിനെ വയലേറ്റ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ഒരാൾ ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ അയാൾക്കെതിരെ ചാർജ് ഇടുകയോ അല്ലെങ്കിൽ അയാൾക്കെതിരെ ക്രിമിനൽ നടപടിക്രമങ്ങൾ നടത്തുകയോ കോടതി നടപടിക്രമങ്ങൾ അടക്കം നടത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ ആൻഡ് ഹി ഈസ് നോയിങ് ദാറ്റ് ദർ ഈസ് നോ ജസ്റ്റ് ഓർ ലോഫുൾ ഗ്രൗണ്ട് ഫോർ സച്ച് പ്രൊസീഡിങ്, അങ്ങനെ അയാൾ ചെയ്തിട്ടില്ല എന്ന് ഉറപ്പായിട്ടും അയാളെ മനഃപൂർവ്വം ഉപദ്രവിക്കണം, അയാളെ മനഃപൂർവ്വം നാണം കെടുത്തണം എന്നുള്ള ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് അയാൾക്കെതിരെ കേസ് ചാർജ് ചെയ്യുന്നതെങ്കിൽ, ഉദാഹരണത്തിന് എ മോഷ്ടിച്ചിട്ടില്ല എന്ന് ബിക്ക് അറിയാം, എന്നാൽ ബി എന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ മനഃപൂർവ്വം എയെ കുറ്റവാളിയാക്കിക്കൊണ്ട് കുറ്റം ഫ്രെയിം ചെയ്യുകയാണ്, ചാർജ് ഫ്രെയിം ചെയ്യുകയാണ്. then he shall be punished with imprisonment of either for a term which extends to 2 years or with fine. അങ്ങനെയാണെങ്കിൽ 2 വർഷം വരെ തടവും പിഴയും അവർക്കെതിരെ ശിക്ഷയായിട്ട് നൽകാം എന്ന് പറയുന്നുണ്ട്. And if such criminal proceedings be instituted on a false charge of an offence punishable with death, imprisonment for life or imprisonment for 7 years or upwards, shall be punished with imprisonment for either for a term which may extend to 7 years and shall also liable to fine. അത് ഡെത്ത് പെനാൽറ്റിയോ ലൈഫ് ഇംപ്രിസൺമെൻറ്റോ അതുപോലെ 7 വർഷത്തിൽ കൂടുതലുള്ള ശിക്ഷ ഏതുമായിക്കോട്ടെ അങ്ങനെയുള്ള ശിക്ഷകൾക്കുള്ള നടപടികളാണ്, ഫോൾസ് ചാർജാണ് നിരപരാധിയായിട്ടുള്ള ഒരാൾക്കെതിരെ ചാർജ് ചെയ്തിട്ടുള്ളതെങ്കിൽ അങ്ങനെ ചെയ്യുന്ന അതിന്
മുൻകൈ എടുക്കുന്ന വ്യക്തികൾക്ക് 7 വർഷം വരെ തടവ് ശിക്ഷയായിട്ട് നൽകാം എന്നാണ് സെക്ഷൻ 211 പറയുന്നത്. സോ ഇതൊക്കെയാണ് മേജർ ഒഫൻസസ് അഗെയിൻസ്റ്റ് ദ പബ്ലിക് ജസ്റ്റിസ് എന്നുള്ള ഭാഗത്തിൽ വരുന്നത്. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു.